ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ഓശാന ഞായറാണ്, ഹോളി വീക്ക്, വിശുദ്ധ വാരത്തിലേക്ക് ഇതിലൂടെ നമ്മൾ പ്രവേശിക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, പാപികൾക്ക് ഓശാന പാടുന്ന പാപിയോ നീ. നമുക്ക് വേണമെങ്കിൽ തെറ്റായ ഗണത്തിൽ പെടാൻ പറ്റും. പാപികളെ വേണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരായി മാറാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥനക്കാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരായി മാറാൻ പറ്റും. നമുക്കിതിൽ ഏത് ഗണത്തിൽ വേണേലും പെടാൻ പറ്റും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഇങ്ങനെ: റോങ് തിങ്സ് ഹാപ്പൻ വെൻ യു സപ്പോർട്ട് റോങ് പേഴ്സൺസ്. ഈ പാപികളെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ ഒരുപാട് പാപപ്രവൃത്തികൾ അതിലൂടെ മുളയെടുക്കും എന്നുള്ളത് ഈ ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കാൻ. റോങ് തിങ്സ് ഹാപ്പൻ വെൻ യു സപ്പോർട്ട് റോങ് പേഴ്സൺസ്. 3 യോഹന്നാന്റെ 3-ാമത്തെ ആ ഒരു ലേഖനം എടുക്കുമ്പോൾ 11-ാമത്തെ വചനം, അവിടെ ദൈവം നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്: തിന്മ അനുകരിക്കരുത്, നന്മ അനുകരിക്കണം. നമ്മൾ ചെയ്യരുതാത്ത കാര്യം, ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തിന്മ അനുകരിക്കരുത്, തിന്മ ചെയ്യുന്നവരെ നമ്മൾ അനുകരിക്കരുത്, നന്മ ചെയ്യുന്നവരെ അനുകരിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഇന്ന് ഓശാന ഞായർ ആയതുകൊണ്ട് ദൈവത്തിന് ഓശാന പാടേണ്ടവരാണ്, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തേണ്ടവരാണ് ദൈവമക്കൾ. നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടോ? അത് ചെയ്യാത്തതുകൊണ്ടാണ് പലപ്പോഴും പാപികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പാപപ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഓശാന പാടുന്നത്. അത് വരാതിരിക്കണമെങ്കിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നവരായിട്ട് മാറണം. യെശയ്യാ 43 അതിൻ്റെ 20-21 വചനങ്ങൾ വായിക്കുമ്പോൾ വേദനയോടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കുന്നു, എന്നെ സ്തുതിക്കുന്നു. എന്നാൽ എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച എൻ്റെ ജനം അത് ചെയ്യുന്നില്ല. നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാതിരിക്കുമ്പോൾ വേദനയോടെ ദൈവം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പസ്തോല പ്രവർത്തനം 16:25 മുതൽ വായിക്കുമ്പോൾ, സ്തുതിച്ചാൽ ഉണ്ടാകാവുന്ന അനുഗ്രഹം ചില്ലറ കാര്യമല്ലോ ആണോ? പൗലോസും സീലാസും അർദ്ധരാത്രിയിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തിന് ഓശാന പാടി. എന്തായിരുന്നു അതിന്റെ റിസൾട്ട്? അവര് താമസിച്ചിരുന്ന ആ ഒരു ജയിലിന്റെ അടിത്തറ ഇളകി, വാതിൽ തുറക്കപ്പെട്ടു, കൈകാലുകളിൽ കിടന്ന ചങ്ങലകൾ പൊട്ടി വീണു. സാധാരണ കാര്യമല്ലോ ആണോ? അസാധാരണമായ കാര്യങ്ങൾ, ദൈവിക ഇടപെടൽ അവിടെ ഉണ്ടായി. അവർ ദൈവത്തിന് ഓശാന പാടിയപ്പോൾ നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഇക്കാര്യം ആഴമായിട്ട് പഠിക്കാൻ ഒരു 7 പ്രധാനപ്പെട്ട വചനഭാഗങ്ങൾ എടുക്കാം. പ്രഭാഷകൻ 16:6 അവിടെ പറഞ്ഞിരിക്കുന്നത്: പാപികൾ സംഘം ചേർന്നാൽ അഗ്നി ജ്വലിക്കും. അത് വലിയ നാശം കൊണ്ടുവരും എന്നുള്ളതാണ് അതിൻ്റെ സൂചന. എപ്പോഴാ? പാപികൾ സംഘം ചേരുമ്പോൾ. പ്രാർത്ഥനക്കാര് സംഘം ചേർന്നാൽ അഗ്നി കെടുത്താൻ പറ്റും. ഇവിടെ ലോകം മുഴുവന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. പ്രഭാഷകൻ 7:16 വചനം കൂടി എടുക്കാം. അവിടെ പറഞ്ഞിട്ടുണ്ട്: പാപികളുടെ ഗണത്തിൽ ചേരരുത്. നീ ചേരേണ്ടത് ഏത് ഗണത്തിലാണ്? നീ ചേരരുതാത്തത് ഏത് ഗണത്തിലാണ്? വചനം പഠിപ്പിക്കുകയാണ്. പാപികളുടെ ഗണത്തിൽ ചേരരുത്, ശിക്ഷ വിദൂരത്തല്ല എന്നോർക്കുക. ഞാൻ പാപികളോട് ചേർന്ന് പാപപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശിക്ഷ വിദൂരത്തല്ല എന്നുള്ളത് നീ തിരിച്ചറിയുക. 3-ാമത്തെ വചനമാണ് 1 തെസ്സലോനിക്ക 5-ാം-14 വചനം. അവിടെ പറഞ്ഞിട്ടുണ്ട്: അലസരെ ശാസിക്കുവിൻ. അപ്പോൾ അവരുടെ കൂടെ കൂടാൻ പറ്റുമോ? അവരുടെ കൂടെ കൂടി നമുക്ക് അലസരായിട്ടിരിക്കാൻ പറ്റുമോ? അത് ശരിയാണോ? അലസരെ നീ ശാസിക്കണം എന്നാണ് വചനം പഠിപ്പിക്കുക. പ്രഭാഷകൻ 13:1 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്: അഹങ്കാരികളോട് കൂട്ടുകൂടരുത്. കൂട്ടുകൂടിയാൽ നീയും അഹങ്കാരിയായി മാറും. അഹങ്കാരികളുടെ അവരെ അങ്ങനെയുള്ള വ്യക്തികളെ സപ്പോർട്ട് ചെയ്യരുത്, ആ പ്രവർത്തിക്ക് നീ സപ്പോർട്ട് കൊടുക്കരുത് എന്നുള്ളത് വചനം പഠിപ്പിക്കുക. പ്രഭാഷകൻ 27:7 വചനം കൂടി എടുത്താലോ: ന്യായവാദം കേൾക്കാതെ ഒരുവനെയും പുകഴ്ത്തരുത്. ചില കാണിച്ചായിരിക്കും കട്ട സപ്പോർട്ടായിട്ട് ചില വ്യക്തികൾക്ക് വേണ്ടി നിൽക്കും. അവര് എന്ത് പാപപ്രവൃത്തി ചെയ്താൽ പോലും അവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഒരു കാരണവശാലും അത് ചെയ്യരുത് എന്ന് വചനം ഓർമ്മിപ്പിക്കാൻ. എസെക്കിയേൽ 33:8 വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്: ദുഷ്ടനെ തിരുത്താതെ സപ്പോർട്ട് ചെയ്താൽ, നീ അവന് അനുഭാവം പറഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു കാര്യം, സപ്പോർട്ട് ചെയ്താൽ അവൻ്റെ നാശത്തിന് നീയും ഉത്തരവാദിയാവും. നമ്മൾ തെറ്റ് ചെയ്യുന്നവരെ കറക്റ്റ് ചെയ്തിട്ടും അവര് ആ കറക്ഷൻ സ്വീകരിക്കാതെ പാപപ്രവൃത്തിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവർ മാത്രമായിരിക്കും അവരുടെ നാശത്തിന് ഉത്തരവാദി. നിന്റെ മക്കളോ മറ്റുള്ളവരോ ആയിരിക്കട്ടെ, കറക്റ്റ് ചെയ്യേണ്ടടുത്ത് കറക്റ്റ് ചെയ്യാതിരുന്നാൽ അവരുടെ നാശത്തിന് നീയും ഉത്തരവാദിയാകും എന്ന് വചനം പഠിപ്പിക്കുക. 1 കൊരിന്ത്യർ 15:33 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അധമമായ സംസർഗം, തെറ്റായ കൂട്ടുകെട്ട്, ബാഡ് ഫ്രണ്ട്ഷിപ്പ്, അത് സദാചാരങ്ങളെ ദുഷിപ്പിക്കും. അത് ഒരുപാട്
നാശം വിതയ്ക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാൻ. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത്, ഓശാന പാടേണ്ടത് സൃഷ്ടാവിനോ അതോ സൃഷ്ടിക്കോ? സൃഷ്ടാവിനാണ് ഓശാന പാടേണ്ടത്, സൃഷ്ടിക്കല്ല. സൃഷ്ടാവിന് ഓശാന പാടാത്തവര് സൃഷ്ടിക്ക് ഓശാന പാടിപ്പോയി. 1 ദിനവൃത്താന്തം 29:20 വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, രാജാവും പ്രജയും ഒരുപോലെ ദൈവത്തിന് ഓശാന പാടി, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. പ്രജ രാജാവിന് കൊടുത്ത എന്താണ്? ഓശാനയല്ല, അല്ലെങ്കിൽ ആരാധനയല്ല, ആദരം. രാജാവിനെ ബഹുമാനിക്കേണ്ട പോലെ ബഹുമാനിച്ചു, ആരാധിച്ചത് ദൈവത്തെയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, പുറപ്പാട് 10-ാം അധ്യായം 9 മുതൽ വായിച്ചാൽ ആരെല്ലാം ദൈവത്തെ ആരാധിക്കണം? അവിടെ വലിയൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ യുവജനങ്ങൾ, വൃദ്ധർ, പുത്രീപുത്രന്മാർ, ആടുമാടുകൾ പോലും ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾ പോകുമ്പോൾ അവയെ ഞങ്ങൾ കൊണ്ടുപോകണം. എന്താ കാര്യം? 26-ാമത്തെ വചനം പറയുന്നുണ്ട്, അവയിൽ നിന്ന് ഏതിനെ ദൈവത്തിന് കൊടുക്കണം ദൈവം ആവശ്യപ്പെടും, അത് ഞങ്ങൾ കൊടുക്കണം. നമുക്കിഷ്ടമുള്ളതല്ല. നമ്മളൊക്കെ നേർച്ചയിടുമ്പോൾ നമുക്കിഷ്ടമുള്ളത് നമ്മൾ നേർച്ചയിടും. ദൈവത്തോട് ചോദിച്ചിട്ടാണോ? ഇവർ പറയാണ്, ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറയും ഇന്നതിനെ കൊടുക്കുക. അങ്ങനെയാണ് സമ്പത്ത് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരായി മാറാൻ നമുക്ക് പറ്റുക. ധനമോഹികൾക്ക് അത് ചെയ്യാൻ പറ്റത്തുമില്ല. പിന്നെ ദൈവത്തിന് ഓശാന പാടാതിരുന്നാൽ എന്ത് സംഭവിക്കും? അതും വചനം പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കാ 19:40 എടുത്താൽ, ലൂക്കാ 19:40, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. നമ്മളല്ലെങ്കിൽ ആരെങ്കിലും ദൈവത്തിന് ഉയർത്താൻ പറ്റും? ജീവിച്ചിരിക്കുന്നവർ ഓശാന പാടാതിരുന്നാൽ ജീവനില്ലാത്ത കല്ലുകൾ എഴുന്നേറ്റ് ഓശാന പാടും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യെശയ്യാ 43:20-21 വചനങ്ങൾ നമ്മൾ കണ്ടതാണ്. നമ്മൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ വേണ്ടി വിളിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ്. നമ്മളത് ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും? വന്യമൃഗങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരുടെ ഗണത്തിൽപ്പെടും, നമ്മൾ നന്ദി കെട്ടവരുടെ ഗണത്തിൽപ്പെടും. അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആർക്കാണ് ദൈവത്തെ സ്തുതിക്കാനാവാത്തത്? കർത്താവിന്റെ വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 17:28, മരിച്ചവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആത്മീയ മരണം പ്രാപിച്ചവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല. പ്രഭാഷകൻ 15:9, ഈ പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് ദൈവസ്തുതി അരോചകമായിട്ട് തോന്നും. അവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തില്ല. ആർക്കാണ് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുക? പ്രഭാഷകൻ 15:10, ജ്ഞാനികൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തും. ദൈവസ്തുതി എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ അഭിഷേകം പ്രാപിച്ചവരിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പാപികൾക്ക് ഓശാന പാടാതെ ദൈവത്തിന് ഓശാന പാടുന്ന ദൈവമക്കളായി മാറുവാൻ നമുക്ക് ആഗ്രഹിച്ച് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.